ഇപ്പൊ ധർമ്മജനും പിഷാരിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നിങ്ങളുടെ ഭയങ്കര ഫാനാണ് കേട്ടോ. ഞാനും ഭയങ്കര ഫാനാണ്. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് ഒരു പോക്കങ്ങോട്ട് പോവാന്ന് പറയില്ലേ. കാരണം നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അപ്പോഴും നമ്മൾ കിടന്ന് ചിലപ്പോൾ ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ നിങ്ങളുടെ പ്രോഗ്രാം കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഭയങ്കര കണ്ടിന്യൂറ്റിയിൽ ഇങ്ങനെ അങ്ങോട്ട് പോകണം. അതുപോലെ ധർമ്മജന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയ കാര്യമാണ് ദിലീപേന്റെ കൂട്ടത്തിലെ പാപ്പിയപ്പച്ച എന്ന് പറയുന്ന പടത്തിലെ വേഷം. ധർമ്മൻ അത് എപ്പോഴും പറയും, എപ്പോൾ വായെടുത്താലും പറയുന്ന ഒരു കാര്യമാണ് ധർമ്മന്റെ ആ കഥാപാത്രം. അത് ഈ പരിപാടി കണ്ടിട്ടൊക്കെ തന്നെ പുതിയ ആൾക്കാർ വെച്ച് 2 പടം നിർമ്മിക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ അത് ചെയ്തു. മലർവാടിയും മെട്രോ എന്ന് പറഞ്ഞ സിനിമ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കും വർഗബോധം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല നാച്ചുറലി. വാക്കൊക്കെ അതാണ് നമ്മൾ മിമിക്രിക്കാരോട് ഒരു സോഫ്റ്റ് കോർണർ. ഇപ്പൊ മഹാരാജ് പഠിക്കുന്ന ഒരു ആളെന്ന് പറയുമ്പോൾ നമുക്കൊരു ചായ പങ്കെടു ഉണ്ടാവും. ഞാൻ ഈ ഇടയ്ക്ക് ദിലീപൻ്റെ ഒരു സ്റ്റേജ് ഷോ ദുബായിൽ ഉണ്ടായിരുന്നപ്പോൾ കണ്ടപ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചു, അതായത് സ്റ്റേജ് ഷോ ഒക്കെ വരുമ്പോൾ ഇപ്പോഴും ഇടയ്ക്ക് മാറിക്കുമായിരുന്നു ഇത് പുള്ളി 2020 ഒക്കെ ഒരു പ്രൊഡ്യൂസർ അല്ലേ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരാളല്ലേ. പക്ഷേ സ്റ്റേജിൻ്റെ ബാക്കിലൊക്കെ ദിലീപേട്ടൻ വളരെ ഇതായിട്ട് സാധാരണയായിട്ട് ഇപ്പോഴും ആദ്യം മിമിക്രി കളിക്കാൻ വരുന്ന ആളെ പോലെ തന്നെ ചോദിച്ച് റിഹേഴ്സൽ അത് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് കേട്ടുകൊണ്ട് നടക്കുന്നു. പല സിനിമാ നടന്മാരെ വെച്ച് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലല്ലേ. നമ്മൾ സ്റ്റേജിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ ആ സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യണ കാണാനാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് പോയി നിന്നേ പറ്റുള്ളൂ. അത് സിനിമയിൽ ചിലപ്പോൾ റീടേക്ക് ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മോള് മീനുട്ടി അവൾ ഡാൻസിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? അല്ല എന്നെ സൈഡിലാക്ക് നിർത്തണ്ടോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞു നീ ഭയങ്കര ബോറായിട്ടായിരിക്കും കളിക്കണേ, നീ സാറിനോട് പറയും. ആണോ അങ്ങനെ പറയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ വേഗം ചെന്നിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ എന്താ ഇങ്ങനെ സൈഡിലൊക്കെ നിർത്തണേ? സാർ നീ നടുക്കുന്ന് കളിച്ചോ എന്ന് നിർത്തി. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് വൈകുന്നേരമായപ്പോൾ കല്യാണി എന്ന് പറഞ്ഞിട്ട് ബിന്ദുവിൻ്റെ മോളുണ്ട്, ബിന്ദു പണിക്കരുടെ മകളുണ്ട് കല്യാണി. അപ്പോൾ ഇവളൊക്കെ ഒരു ക്ലാസ്സിലാണ്, ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിലാണ്. അപ്പോൾ ഇവരൊക്കെ ഒരുമിച്ചാണ് ഡാൻസ്. അപ്പം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് അതേ എന്നെ നടുക്ക് നിർത്തിയൊക്കെ അപ്പോൾ ജതിയൊക്കെ പറയണ്ട് വല്ലാത്ത ചതിയായിപ്പോയി. ജതിയുടെ ചതി. ജതിയുടെ കൊച്ചിനോട് ഡാൻസ് മോൾ എന്തെങ്കിലും പറയാറുണ്ടോ സിനിമ കണ്ടിട്ട്? അപ്പം ഞാൻ അവളോടത്ത് പറഞ്ഞു നീ നീ ധൈര്യമായിട്ട് കളിക്കേ, നീ ശ്രീപരമേശ്വരൻ്റെ മനസ്സിൽ വെച്ചാണ് ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, അച്ഛനൊക്കെ പിടിച്ച് നിൽക്കണ കളി കണ്ടില്ലേ എന്താ കളി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു അത് സിനിമയാ, ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യാം, ഇത് സ്റ്റേജാ, ഇതിനൊക്കെ ഇത്ര വിവരമായ എന്നുള്ള കാരണം പറഞ്ഞ പോലെ നമുക്ക് റീടേക്ക് ഇല്ലല്ലോ സ്റ്റേജിൽ. അപ്പം അതൊരു നമുക്ക് ഓഡിയൻസും ഇതൊക്കെ ഒരു വിതിൻ നോ സെക്കൻഡ്സിലാണ് നമ്മളൊരു തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കോമഡിയുടെ പൾസ് എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം സ്റ്റേജിൽ പോയിട്ട് ഷോ ചെയ്യുന്നത് തന്നെയാണ്. അന്നൊക്കെ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ആവുന്ന ആൾ അബി നാദൃശയ്ക്ക്. ഞങ്ങൾ പൊട്ടിച്ചിരിച്ച സംഭവങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് സ്ഥിരം ഒരു പരിപാടിയുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ആൾക്കാർ വരുമ്പോൾ ഞാൻ അതിൽ വന്നാണെങ്കിലും പെട്ടെന്ന് മാറിയിട്ട് ഞാൻ അവിടെ ഉള്ള ഒരു വേറൊരു പയ്യനമാരി ഇങ്ങനെ മാറി നിന്നിട്ട് നമുക്ക് പറഞ്ഞതാണ് ഈ സംഘാടകർ നോക്കുമ്പോൾ ഇവിടെ എവിടെയോ ഉള്ള ഒരുത്തൻ ഞാൻ അവർ അപ്പം ഇവരും ഇതാണ് എന്ന് ചോദിച്ചിട്ട് എന്നെ നോക്കിയിട്ട് അപ്പം ഞാൻ പരിപാടി കണ്ടിരുന്ന അവിടെ അല്ല മറ്റേ കളിയൊക്കെ അവിടെ വന്നല്ലേ വന്നു. ഇയാൾ ആരാണ് ഇയാൾ നോക്കുമ്പോൾ സംഘാടകൻ നമ്മളെ നോക്കും. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള എക്സ്പ്രഷനിലൂടെ നമ്മൾ ഇവരിൽ നിന്ന് മാറി ഒരു അന്യനാവുകയും ഈ സംഘാടകരുടെ ഒരു നോട്ടക്കാരനായി മാറി. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് നമ്മളൊരു ചായ എന്നെ ഓടിച്ചിട്ടൊക്കെ ചെയ്ത ഒരു ദിവസം അവസാനം ഞാൻ പറഞ്ഞു അവരോട് പറയും നമ്മളൊരു ഗുണം കൂടെ ഉണ്ട്. പൊളിഞ്ഞിട്ടില്ലെങ്കിലും അഥവാ പരിപാടി പൊളിഞ്ഞാലും നമ്മൾ നാട്ടുകാരനാണെന്നോർത്ത് നമ്മളെ വെറുതെ വിടും. അത് വിടും. പക്ഷേ ഇതിനകത്ത് ഉണ്ടായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓടിച്ചിട്ട് തല്ലാൻ പിടിച്ചെന്നെ അവസാനം പറയീസേട്ടനും അശ്വിൻ ചേട്ടനെ കൂടി ചിരിച്ചിട്ട് അവൻ നമ്മുടെ ആളാണെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. വെറുതെ ഇവരെ തന്നെ ഏകദേശം അവരുടെ കൂടെ ഞാൻ കട്ടൻ ചായ എടുത്ത് കുടിച്ചു. ഈ സംഘാടന കാഴ്ചപ്പാടിൽ ഞാൻ പുറത്തുനിന്ന് എത്തുമ്പോൾ അവരുടെ കൂടെ ഇത് കട്ടൻ ചായ പാടുപൊലിയായിരുന്നു. ഈ ഇതിന് ഇടയിൽ എനിക്ക് വേറെ റിപ്പോർട്ട് കിട്ടിയത് 95-94 മറ്റേ ദിലീപേട്ടനൊക്കെ അമേരിക്കയിൽ പോയപ്പം അവിടെ മുങ്ങാനൊരു പ്ലാൻ ഇട്ടു ദിലീപേട്ടനെ ആഘോഷിക്കാൻ. എന്നിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പ്രാവശ്യം കൂടെ തിരിച്ച് നാട്ടിൽ പോയിട്ട്
എന്തെങ്കിലുമൊക്കെ നമ്മൾ അതെന്താ പറയുക, ആ സമയത്ത് ഞാൻ സൈന്യം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചു, ജോഷി സാറിൻ്റെ. അന്ന് മിമിക്രി എന്നൊക്കെ ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട് ആ സിനിമയിൽ. നാദിഷ അബിയുടെ കൂടെ പോയി. അത് നാദിഷയ്ക്ക് ഏറ്റവും വലിയൊരു അബദ്ധമായി പോയി. കാരണം നാദിഷ അബിക്ക് ഇങ്ങനെ ആയിട്ട് വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ പോയത് ഒറ്റയ്ക്കാണ്. കാരണം ഞാനും മണിയണ്ണ നിൽക്കുമ്പോൾ ഞാനൊരു പടി കയറിയിരുന്ന സാർ താഴേക്ക് നോക്കിയില്ല. മണിയണ്ണും എനിക്ക് ഒരായിട്ട് പോലെ തോന്നി. അപ്പം അതിൽ അങ്ങനെ അവിടെ ചെന്നു. കുറേ മിമിക്രിക്കാർ അതിനകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ആ ഉള്ള ആൾക്കാരിൽ ശ്രദ്ധിക്കപ്പെടുന്ന വേഷം എനിക്കാണ് കിട്ടിയത്. ആ സിനിമ അഭിനയിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോയത്. അപ്പോൾ എന്താ ആശ്രമത്തിൽ നമുക്കിവിടെ മുങ്ങാന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ നാദിഷ നമുക്ക് ഒന്നും കൂടി പോയിട്ട് വരാം. അത് ചേട്ടനാണ് പറഞ്ഞത്. ഒരു കൊല്ലം നമുക്ക് അവിടെ ഒന്നും കൂടി ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ ഒരു കൊല്ലത്തിനകം നമുക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്കിവിടെ തിരിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു വെച്ച ആളോട് നമ്മൾ വരും കേട്ടോ ഒരു കൊല്ലം കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഇനിയും വരും. മുങ്ങിയായിരുന്നെങ്കിൽ അല്ലേ ദിലീപേട്ടാ, മുങ്ങിയായിരുന്നെങ്കിൽ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? എവിടെ പെട്രോൾ പമ്പിലേക്ക് നിന്നിപ്പോ അമേരിക്കയിൽ നിന്ന് കാണേണ്ടി വന്നാലും ഒന്നും പറയാൻ പറ്റില്ല. ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ ദൈവത്തിന്റെ ലീലാവിലാസം. അതെ. അപ്പോൾ ആ സമയത്ത് തിരിച്ചു വന്നപ്പോൾ ഈ പടത്തിലെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. ആ സമയത്ത് മാനത്തെ കൊട്ടാരം സിനിമ വന്നു. അങ്ങനെ സിനിമകൾ കടകടകടയെന്ന് വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ അവിടെ പോണ സ്റ്റേജ് ഷോയ്ക്കാണ്. മീൻസ് ഷോയ്ക്ക് 10 വർഷത്തിന് ശേഷം